ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 139. അത് നമ്മുടെ പ്രതിഷ്ഠയല്ലല്ലോ. ഭാഗം 139. അത് നമ്മുടെ പ്രതിഷ്ഠയല്ലല്ലോ ഇവിടെ ആരംഭിക്കുന്നു. ശിവഗിരിയിൽ ഗുരുദേവൻ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച അതേ ദിവസം തന്നെ അവിടെ മറ്റൊരു ദേവതാ പ്രതിഷ്ഠ കൂടി നടക്കുകയുണ്ടായി. ആലുംമൂട്ടിലെ ചാന്നാർ കൊണ്ടുവന്ന ഒരു ശിവപ്രതിഷ്ഠയായിരുന്നു അത്. ആ വിഗ്രഹത്തിൻ്റെ കണ്ണും മൂക്കും സ്വർണത്തിൽ തീർത്തിട്ടുള്ളതായിരുന്നു. ശാരദാമഠത്തിന് മുകളിലായി കിഴക്കോട്ട് മാറി ഒരു മടപ്പള്ളി അന്നുണ്ടായിരുന്നു. ആ മടപ്പള്ളിക്ക് മേലെയായി ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡ് സ്ഥിതി ചെയ്തിരുന്നു. അതിനുള്ളിലാണ് ആ ശിവപ്രതിഷ്ഠ നടത്തിയിരുന്നത്. അന്ന് ശാരദാമഠത്തിലെ പൂജാദികൾ ചെയ്യുവാനായി ഗുരുദേവൻ നിയോഗിച്ചിരുന്ന ശങ്കരൻ പരദേശി സ്വാമികളായിരുന്നു ആ പ്രതിഷ്ഠ നടത്തുകയുണ്ടായത്. പിൽക്കാലത്ത് ആ ഷെഡ് അഗ്നിക്കിരയായിപ്പോയി. ആ പ്രതിഷ്ഠയെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ഒരാൾ വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഗുരുദേവനോട് അതേപ്പറ്റി ഇങ്ങനെ ചോദിച്ചു: സ്വാമി, ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ നാളിൽ തന്നെ അവിടെ ഒരു ശിവപ്രതിഷ്ഠ കൂടി നടത്തുകയുണ്ടായല്ലോ. ഗുരുദേവൻ അപ്പോൾ തന്നെ അയാൾ പറഞ്ഞതിനെ ഇപ്രകാരം തിരുത്തി: അത് നമ്മുടെ പ്രതിഷ്ഠ അല്ലല്ലോ, ശങ്കരൻ്റേതാണ്. ശിരസു നമിച്ചു ഞാൻ തൊഴുന്നേൻ പാവന ശിവഗിരി ചൂടിയ പാദങ്ങൾ, ശിവഗിരി ചൂടിയ പാദങ്ങൾ. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 139. അത് നമ്മുടെ പ്രതിഷ്ഠയല്ലല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.